വീട്ടിലിരുന്ന് മടുത്തപ്പോൾ അരുണിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു കിച്ചു. ആൾക്കാർ അഭിമുഖീകരിക്കാൻ അവൻ അല്പം ജാളിതയുണ്ടായിരുന്നു. അരുണിന്റെ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലെത്തിയതും കിച്ചു ഒന്ന് പരിങ്ങി. ക്ലബിലെ പിള്ളേർ അവിടുന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതുവരെ തന്നെ കാണുമ്പോൾ ബഹുമാനം തന്നിരുന്ന പിള്ളേരാ ഇന്ന് അവരെ കാണുമ്പോൾ തന്റെ ഉള്ളിൽ നിറയുന്ന ഒരു തരം അപകർഷതാബോധമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കിച്ചേട്ടാ, മുമ്പിൽ ചാണകം. പിറകിൽ നിന്ന് ആരോ പറയുന്നിട്ട് അവൻ പെട്ടെന്നൊന്ന് മുന്നിലേക്ക് ചാടി. കാലു തെറ്റി വീഴാൻ പോയതും അവൻ ഒരുവിധം അടുത്തുള്ള തെങ്ങിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നു. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. അപ്പോഴേക്ക് അവിടെ കൂട്ടച്ചിരി മുഴങ്ങിയിരുന്നു. ദേഷ്യത്തോടെ അവർ നോക്കി പല്ല് കടിച്ച് അവൻ വേഗത്തിൽ നടന്നു നീങ്ങി. രാത്രി ഒരു പോള കണ്ണടക്കാൻ അവന് സാധിച്ചിരുന്നില്ല. കണ്ണടച്ചാൽ ആർച്ച ചാണകം എടുത്തൊഴിച്ച രംഗമാണ് മനസ്സിൽ. എത്ര ശ്രമിച്ചിട്ടും മായ്ച്ചു കളയാൻ പറ്റാത്ത വിധം അത് തന്നിൽ ചേർന്നിരിക്കുന്നു. MBA കഴിഞ്ഞ് നല്ലൊരു ജോലി കണ്ടെത്താൻ സാധിക്കാത്ത കാരണമാണ് അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ കൂടിയത്. ആർച്ചയിലേക്ക് മനസ്സടുത്തത് എപ്പോഴാണെന്ന് അറിയില്ല. കിത്തുവിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. തൻ്റെ പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ സ്ഥിരമായി രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് അവളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നിയത്. നേരിട്ട് പറഞ്ഞാൽ പ്രതികരണം എന്താവുമെന്ന് ഭയന്ന് കിത്തു വഴിയാണ് കാര്യം അറിയിച്ചത് പോലും. അനുകൂലമായ ഒരു മറുപടി ഉണ്ടാവുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സുഹൃത്തുക്കളെല്ലാം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ട് ജോലി നേടി പോയതോടെയാണ് തനിക്കും പുറത്തു പോകണമെന്ന ആഗ്രഹം തുടങ്ങിയത്. അറ്റൻഡ് ചെയ്ത 1-2 ഇന്റർവ്യൂ കൈവിട്ടു പോയതോടെ കാശ് കൊടുത്ത് വല്ലതും നടക്കുമോ എന്ന് ശ്രമിച്ചു. അതിന് ശ്രമിക്കേണ്ടെന്ന് അച്ഛൻ തറപ്പിച്ച് പറഞ്ഞതോടെ ആ വഴിയും അടഞ്ഞു. ആ സമയത്താണ് അനഘയുടെ ആലോചന വരുന്നത്. ആദ്യം വലിയ താല്പര്യം കൊടുത്ത കാര്യമല്ലെങ്കിലും ആർച്ചയും അനഘയും തമ്മിൽ താരതമ്യം ചെയ്തോടെ മനസ്സ് അനഘയിലേക്ക് ചാഞ്ഞു. സുന്ദരി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ആർച്ചയെ അനഘയുടെ അടുത്തുപോലും നിർത്താൻ പറ്റില്ല. ഭംഗിയായി നീട്ടി വളർത്തിയ കാലിന്റെ നഖം മുതൽ പട്ടുപോലെ ഒഴുകി കിടക്കുന്ന മുടി വരെ നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യം. കാനഡയിലെ ജോലി. എന്തോ ചെറിയ ജാതകദോഷമുള്ള കാരണമാണ് തനിക്ക് ആ ആലോചന വന്നതുപോലും. തൻ്റെ ജാതകവുമായി നല്ല ചേർച്ചയാണത്രേ. അതുകൂടി കേട്ടതോടെ തൻ്റെ മനസ്സിൽ ചാഞ്ചാടി. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം കൊണ്ട് തനിക്ക് ഗുണകരമായത് ഇതാണെന്ന് ഉറപ്പിച്ച്. കിത്തുവിൻ്റെ കാര്യത്തിൽ കൂടെ അവർ താല്പര്യം കാണിച്ചത് ഭാഗ്യമായി തോന്നി തനിക്ക്. ആർച്ചയോട് പറയുമ്പോൾ കിത്തുവിനൊരു നല്ല ജീവിതം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞ് അവളോട് തൻ്റെ ഭാഗം പറയാമെന്ന് ചിന്തിച്ചു. കിത്തുവിനൊരു നന്മയുണ്ടാവുന്നതിന് ഒരിക്കലും അവൾ തടസ്സം നിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എവിടേക്കാ കിച്ചു? ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങുമ്പോഴാണ് അരുണിന്റെ വീടിന് മുമ്പിലാണ് താൻ നിൽക്കുന്നത് അവൻ തിരിച്ചറിയുന്നത്. എവിടേക്കാ എന്ന് ചോദിച്ച് അരുണിന്റെ ചേച്ചിയാണ് അനിത. ജാളിത നിറഞ്ഞ ചിരിയോടെ കിച്ചു മുറ്റത്തേക്ക് കയറി. അരുണി ഇവിടെയില്ല അനിതേച്ചി? അവൻ ചോദിച്ചു. ഉണ്ടടാ, ഉറക്ക, നീ ഇരിക്കെ, ഞാൻ അവനെ വിളിക്കാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അകത്തെ മുറിയിൽ നിന്നൊരു അടിയുടെ ശബ്ദവും ഒരു നിലവിളിയും കേട്ടു. പാതിരാത്രി വരെ ഫോണിൽ കുത്തിക്കളിച്ച് ഉച്ചക്കും സന്ധ്യക്കൊക്കെയാണ് ചെക്കൻ്റെ ഉറക്കം. അനിത പിറുപിറുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇരിക്കടാ, അവനിപ്പോ വരും, ഞാൻ ചായ ഇടാം, പാലില്ല, കട്ടനെടുക്കാം. വലിയ താല്പര്യമില്ലാതെ അനിത പറയുന്ന കേട്ടും കിച്ചു തലയാട്ടി. ചായ വേണ്ട എന്ന് തന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സൈക്കിളോടിക്കൽ മൂവ് കിച്ചു ഓർത്തു. എന്നാൽ ആ പെണ്ണുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചെന്ന് കരുതി ചാണകമൊക്കെ കലക്കി ഒഴിക്കാമോ? അല്ലെങ്കിൽ ആ പെണ്ണിന് വല്ലാത്ത അഹങ്കാര. അനിത അവൻ കേൾക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവിടെ ആ വാക്കുകളിൽ കിച്ചു ചൂളിപ്പോയി. ഇനിയിപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞതിന് തനിക്കിട്ടൊന്ന് കൊട്ടിയതാണോ? കിച്ചു ആലോചനയോടെ അനിത പോയ വഴിയെ നോക്കി നിന്നു. കിച്ചു തിരികെ വീട്ടിൽ കയറിയതും അമ്മാമാരും ചെറിയച്ഛനും ഹാളിലിരിക്കുന്ന കണ്ട് പരിങ്ങി നിന്നു. നിന്റെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ ഞങ്ങൾ വന്ന്. കവിതയുടെ മൂത്ത സഹോദരൻ കലേഷിന്റെ ശബ്ദം ഹാളിൽ പ്രതിധ്വനിച്ചു. സ്വതവേ ഇത്തിരി ശബ്ദം കൂടുതലുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ സംസാരിച്ചാൽ പോലും ഇയാൾ വഴക്കിടുന്നാണോ എന്ന് സംശയിച്ചു പോകും. അമ്മയെ നോക്കി കിച്ചുപതിയെ മൂളി. ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട, അവർക്കും പെട്ടെന്ന് അടുത്ത് തന്നെയാണ് താല്പര്യം. കിച്ചുവിൻ്റെ ഉള്ളിൽ ഒരു പിടിവലി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അവനൊന്നിലും താല്പര്യമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. എല്ലാവരും അതിന്റെ ചർച്ചയിലേക്ക് മുഴുകിയതും കിച്ചുപതിയെ മുറിയിലേക്ക് നീങ്ങി. അവിടെ നിൽക്ക്, ചെറിയച്ഛൻ. ആ ശബ്ദത്തിൽ അവനൊന്ന് ഞെട്ടി. കിച്ചു തിരിഞ്ഞ അയാൾ എന്തിനാണ് വിളിച്ചതെന്ന് സംശയത്തോടെ നോക്കി. നിന്റെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങളാ ഇവിടെ സംസാരിക്കുന്നത്, അതിൽ നിനക്കൊന്നും പറയാനില്ലേ? അത് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. കിച്ചു അലസമായി മറുപടി നൽകി. എല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചിരുന്നു, അതിനുശേഷാ ഈ വീണ്ടും മുമ്പിൽ ഒരു പെൺകുട്ടി വന്ന് നിന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അയാളുടെ സ്വരത്തിൽ ഇത്തവണ മുന്നിട്ട് നിന്ന് പരിഹാസമായിരുന്നു. ഇനി ആരെങ്കിലും ഇങ്ങനെ വരാനോ ഞങ്ങൾ അപമാനിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എല്ലാം തീരുമാനിച്ചിട്ടൊടുവിൽ പന്തലിലേതെങ്കിലും ഒരുത്തി കുഞ്ഞിനെയും കൊണ്ട് കയറി വരുമെന്ന് പോലും ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. ചെറിയച്ഛൻ പറഞ്ഞു നിർത്തിയതും കിച്ചുവിന്റെ മുഖത്തെ രക്തമായി ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അവന്റെ സ്വരം പതറി. അങ്ങനെ ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ
നിന്റെ കഴുത്തിന് പിടിച്ച് പുറത്തുള്ളെന്ന് ഈ ഞാൻ തന്നെയായിരിക്കും. ആ പറഞ്ഞതിൽ അടങ്ങിയിരിക്കുന്ന താക്കീത് കിച്ചുവിന് വ്യക്തമായിരുന്നു. മറ്റുള്ളവരെ പോലെയല്ല, ചെറിയച്ഛന് വെട്ടൊന്ന് തുണ്ടരണ്ട് എന്ന സ്വഭാവമാണ്. ആർച്ചിയുടെ കാര്യം അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാത്ത അവനിൽ ആശ്വാസം നിറച്ചിരുന്നു. അതാണിപ്പോൾ ഇല്ലാതായത്. കിച്ചുവിന്റെ മുഖം താഴ്ന്നുപോയി. സതീഷേ മതി, സന്തോഷ് പതിയെ പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഏട്ടാ. എനിക്ക് ഇവനോടൊന്നും സംസാരിക്കാനും താല്പര്യമില്ല. സതീഷിന്റെ ആ വാക്കുകളിൽ കവിതയ്ക്ക് അമർഷം തോന്നി. എല്ലാവരുടെയും മുമ്പിൽ കിച്ചു അപമാനിതനായി നിൽക്കുന്ന അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിച്ചതിൽ ആർച്ചയോട് അവർക്ക് അതിയായ ദേഷ്യം തോന്നി. പ്രണയിച്ച് എല്ലാവരും വിവാഹം കഴിക്കുന്നുണ്ടോ? ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്നല്ലേ? പിന്നെ അവൻ ഫോണിൽ പറഞ്ഞു അബദ്ധം പറ്റിയതല്ലേ എന്നൊക്കെ അവർ സ്വയം ന്യായങ്ങൾ കണ്ടെത്തി സമ്മർദ്ദിക്കാൻ ശ്രമിച്ചു. എത്രയായാലും കാക്കക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. പക്ഷേ തൻ്റെ കുഞ്ഞ് പൊന്നല്ല, ഒരു റോൾഡ് ഗോൾഡാണെന്ന് മനസ്സിലാക്കാൻ കവിതയ്ക്ക് സമയമായിരുന്നില്ല. ഇപ്പോഴെന്തെങ്കിലും പറഞ്ഞ ഒരു വഴക്കില്ലാതെ കലാശിക്കുമെന്ന തിരിച്ചറിവിൽ കവിത മൗനം പാലിച്ചു. പിന്നീട് നടന്ന ചർച്ചകളിൽ എല്ലാവരും സജീവമായി പങ്കെടുത്തുവെങ്കിലും കിച്ചുവും കവിതയും മാത്രം നിശബ്ദരായി നിന്നു. ഏറെ നേരം നീണ്ടു നിന്ന ചർച്ചയ്ക്കും മനകയുടെ വീട്ടിലേക്കുള്ള ഫോൺ വിളികൾക്കുമെല്ലാം ഒടുവിൽ ഒരാഴ്ചക്കുള്ളിൽ നിശ്ചയം നടത്താൻ ധാരണയായി. ഒന്നിലും പൂർണ്ണമായി ഇടപെടാൻ സാധിക്കാതെ, സന്തോഷിക്കാൻ സാധിക്കാതെ, അതൃപ്തമായ മനസ്സുമായി കിച്ചു എല്ലാം നോക്കിക്കണ്ടു. എല്ലാവരും പോയി കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് ചെന്ന് വസ്ത്രം പോലും മാറാതെ ബെഡിലേക്ക് വീണു. എന്തിനു വേണ്ടിയാണോ ആർച്ചയെ ഒഴിവാക്കിയത്, അതിലൊന്നും മനസ്സുറന്ന് സന്തോഷിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നവൻ അസ്വസ്ഥതയോട് ഓർത്തു. വൈകുന്നേരം കോളേജിൽ നിന്ന് മടങ്ങിയെത്തിയ കീർത്തിയുടെ മുഖത്തും കാര്യമായ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലെല്ലാവരും കാര്യങ്ങളെല്ലാം അറിഞ്ഞതും സാമാന്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പരിഹസിച്ചു വിട്ടു. ആർച്ചയോടെ എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു എന്നുവരെ അവൾ ചിന്തിച്ചു പോയി. സ്വന്തം സന്തോഷത്തിനു വേണ്ടി ചെയ്ത കാര്യം രണ്ടുപേരും ഒട്ടും സന്തോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. ക്ലാസ്സിൽ പോലും ആർച്ചയും കീർത്തിയും തികച്ചും അപരിചിതരായി മാറി. ആർച്ചയുടെ ഉള്ളിൽ വെറുപ്പായിരുന്നുവെങ്കിൽ കീർത്തിയുടെ ഉള്ളിൽ കുറ്റബോധവും ഭയവുമായിരുന്നു. പതിവ് പോലെ കോളേജിൽ പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ കിച്ചുവിന്റെ വീട്ടിലേക്ക് പാളി വീണു. 2 ദിവസമായി ആർച്ചയെ ക്ലാസ്സിൽ കാണാറില്ല. എന്തു പറ്റിയെന്ന് ആർക്കും അറിയുകയില്ല. പതിവില്ലാതെ വീടിനുമ്പിൽ ആൾക്കാരും ബഹളമൊക്കെ കണ്ടപ്പോൾ ആർച്ചയുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു. ആരോടെങ്കിലും ചോദിച്ചാലോ എന്ന് പോലും അവൾക്ക് തോന്നി. ഒന്നുമില്ല, ഒരു തൊര, അറിയാനുള്ള വെറും ആഗ്രഹം. ഡോ പെട്ടെന്നൊരു വിളിച്ച കേട്ട് ആർച്ച തിരിഞ്ഞു നോക്കി. ഹോസ് താഴെയിട്ട് ടാപ്പ് ഓഫ് ചെയ്ത് പത്മ ഗേറ്റിനരികിലേക്ക് വരുന്നുണ്ടതും ആർച്ച ചിരിച്ചു. ഇവിടെ വാടോ. ഗേറ്റിനടുത്ത് നിന്ന് പത്മ അവൾ അടുത്തേക്ക് വിളിച്ചു. ആർച്ചയൊന്ന് സംശയിച്ച് നിന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും താൻ കോളേജിലേക്ക് പോകുമ്പോൾ മുടങ്ങാതെ രാവിലെ ചെടി നനയ്ക്കുന്നത് കാണാറുണ്ട്. വൈകുന്നേരം സിറ്റ് ഔട്ടിലുണ്ടാവും. എന്നും തന്നോട് പുഞ്ചിരിക്കുകയും ചെയ്യും. കിച്ചുവിന്റെ വീട് കടന്നു പോകാനുള്ള ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ആ പുഞ്ചിരിയിലാണ് മാറിയത്. കടന്നു പോകുമ്പോൾ ശ്രദ്ധ മുഴുവൻ അവരിലായിരിക്കും. ദിവസം കുറച്ചായിട്ട് അവരുടെ പേര് പോലും താൻ ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നവൾ അല്പം ജാളിതയോടെ ഓർത്തു. ആർച്ച പതിയെ ഗേറ്റിനടുത്തേക്ക് ചെന്നു. അവിടുത്തെ കുട്ടികളുടെ നിശ്ചയാണെന്ന് കേട്ടു. മീൻ കൊണ്ടുവരുന്ന ചേച്ചി പറഞ്ഞതാ. അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ച് പത്മ രഹസ്യം പറയുന്ന പോലെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആർച്ചയുടെ ഉള്ളിൽ ഒരു നോവ് നിറഞ്ഞു. സ്വയം അറിയാതെ മുഖം കുനിഞ്ഞുപോയി. അതെ, കുട്ടി സങ്കടപ്പെടിയൊന്നും വേണ്ട. അവൻ നേരത്തെ പോയത് നന്നായി. മോളെ കല്യാണം കഴിച്ച് കുറെ കാലം ഒരുമിച്ച് ജീവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവനിതൊക്കെ തോന്നിയതെങ്കിലോ. പത്മ അവളുടെ കയ്യിൽ പിടിച്ചു. ആർച്ച പതിയെ തലയാട്ടി ചെറുതെങ്കിലും ഒരു പുഞ്ചിരി നൽകി. ഞാൻ തന്നെ പരിചയപ്പെടെന്ന് കരുതി നിൽക്കുകയായിരുന്നു. രാവിലെ കോളേജിൽ പോകാനുള്ള തിരക്കല്ലേ, അതാ ഞാൻ പിന്നെ ശല്യം ചെയ്യാണ്ടിരുന്നു. പത്മ അവൾക്ക് നേരെ കൈ നീട്ടി. പത്മ. ആർച്ച. ആരു. ആർച്ച തിരികെ കൈ കൊടുത്തു. അറിയാം, അന്നത്തെ പ്രകടനം കണ്ടതിന് ശേഷം ഒന്ന് പരിചയപ്പെടാൻ നിൽക്കുമായിരുന്നു ഞാൻ, പത്മ ചിരിയോടെ പറഞ്ഞു. ആർച്ച അവരെ നോക്കി പല്ല് മുഴുവൻ കാണിച്ച് ചിരിച്ചു. പത്മ ചിരിയോട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പിൽ നിൽക്കുന്ന തനിക്ക് പറ്റിയ കൂട്ടാണെന്ന് പത്മക്ക് മനസ്സിലായി. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ബസ്സിന് സമയമായില്ലെങ്കിൽ ഒരു ചായ കുടിക്കാം, വാ. പരസ്പരം പരിചയപ്പെട്ട് കഴിഞ്ഞതും പത്മ അവളെ ക്ഷണിച്ചു. ബസ്സിന് സമയമായി ആൻറ്റി, പിന്നെ ഒരു ദിവസമാവട്ടെ. ആർച്ച സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. ആർച്ച യാത്ര പറഞ്ഞു പോയതും പത്മ ഉള്ളിലേക്ക് കയറി. കേട്ടോ രാമേട്ടാ, ഞാൻ ഇന്ന് ആ കുട്ടിയോട് സംസാരിച്ചു. നല്ല കുട്ടി, നല്ല പെരുമാറ്റം. ന്യൂസ് കാണുന്ന രാമേന്ദ്രൻ അരികിലേക്ക് ഇരുന്ന് പത്മ പറഞ്ഞു. ഏത് കുട്ടി? കറവക്കാര മോയും കുട്ടിയാണോ? രാമചന്ദ്രൻ ചോദ്യപാത്രത്തിൽ അവരെ നോക്കി. കറവക്കാരൻ മോയും കുട്ടിയല്ല, ആ ചാണകം കലക്കി ഒഴിച്ച കുട്ടി ആർച്ച. പത്മ ഓർമ്മയില്ല എന്ന മട്ടിൽ അയാളെ നോക്കി. ആ, ഇപ്പൊ മനസ്സിലായി, രാമേന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു. അതിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയില്ല, ഞങ്ങൾ നല്ല കൂട്ടായി. പത്മ ചിരിച്ചു. ആ, നല്ല ആളോടാ കൂട്ടുകൂടിയത്. ഇനി മുതൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഈ അടിക്കുമെന്തോ. പടികളിറങ്ങി വന്ന ശരത്ത് ആരോടുന്നില്ല പറഞ്ഞു. പോടാ, നല്ല മോള.
അവൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പത്മ അവനെ ശാസിച്ചു. ഞാൻ പറഞ്ഞത് അമ്മയുടെ കാര്യമാണ്. അമ്മയായിട്ട് അതിനെ പ്രശ്നത്തിൽ കൊണ്ടിരുന്ന് ചാടിക്കാതിരുന്നാൽ മതി. അവൻ പറഞ്ഞു നിർത്തിയതും രാമേന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? കൈമലത്തി കാണിച്ച് പത്മാലി നിഷ്കുവായി. എങ്ങനെ? അമ്മ ഒന്നും ചെയ്തില്ല അല്ലേ? മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് അപ്പുറത്തെ വീട്ടിൽ അങ്കിളുടെ കണ്ണിൽ മുളക് പൊടി വാരിയിട്ടത് ആരാ? അവൻ കണ്ണുരുട്ടി. പിന്നെ അടിച്ചു വാരാൻ കുനിഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിന്റെ കഴുത്തി ഇത്തിരി താഴ്ന്ന എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്ന ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മുന്നും ബാക്കും നോക്കി കമന്റ് പറയുന്ന അവന് ഞാൻ പിന്നെ ഉമ്മ കൊടുക്കണോ? പത്മാവനെ പുച്ഛിച്ചു. ശരത്ത് അതുകൊണ്ട് അന്താളിച്ചു നിന്നു. എന്നിട്ട് അമ്മയും തന്നത് പറയാതിരുന്ന്? അവന്റെ സ്വരം മാറുന്ന പത്മ വ്യക്തമായി അറിഞ്ഞു. നിങ്ങളോട് പറയുന്ന എന്തിനാ? എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അത് പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറയാം. പത്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. പിന്നെ നിന്നോടൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ എന്തിനാ? മുമ്പ് എന്നെ കമന്റ് പറഞ്ഞവന്റെ കൈ തല്ലി ഒടിച്ച് ഞാൻ അറിഞ്ഞില്ലെന്ന് എഴുതിയോ? നടക്കുന്നതിനിടയിൽ പത്മ വിളിച്ചു പറഞ്ഞു. ശരത്ത് കണ്ണു ചിമ്മി നാവ് കടിച്ചു പോയി. രാമചന്ദ്രൻ ചിരിക്കുന്ന ശബ്ദം കേട്ട് അവൻ മുഖം കൂർപ്പിച്ചു. കൂടെ നിന്ന് ഒറ്റുന്നോടാ അച്ഛ. അവൻ മുഖം വീർപ്പിച്ചിരിക്കുന്ന കണ്ട് രാമചന്ദ്രൻ വീണു ചിരിച്ചു. സത്യമായിട്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലടാ ചെറുക്ക. ആ പയ്യന്റെ അമ്മ അവനെയും കൊണ്ട് അവളെ കാണാൻ വന്നിരുന്നു. മാപ്പ് പറയാൻ ഇനി ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് കരഞ്ഞിട്ടാ പോയത്. അയാൾ ചിരിയോടെ പറഞ്ഞു. ശരത്ത് തലയാട്ടി അമ്മ പോയ വഴിയെ നോക്കി ചിരിച്ചു. അവധി ദിവസമായതിനാൽ രാവിലെ അമ്പലത്തിൽ വന്നതായിരുന്നു ആർച്ച. കൂടെ പത്നിയും. പ്രസാദം വാങ്ങിച്ച് തിരിഞ്ഞപ്പോഴാണ് തൊട്ടുപുറകിൽ നിൽക്കുന്ന കവിതയെ കണ്ടത്. ആർച്ച കണ്ട ഭാവം നടിക്കാതെ അവരെ മറികടന്ന് നടന്നു നീങ്ങി. പുറകെ കവിതയെ നോക്കി ഒന്ന് ചിരിക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ പത്മയും. ഒരു ചിരിയോടെ അമ്പലത്തിന്റെ ഓരോ ഭാഗത്തേക്കും ചൂണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ആർച്ചയെ കണ്ടതും കവിതയുടെ ഉള്ളിൽ അമർഷം നിറഞ്ഞു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിരുന്നു. അന്നത്തെ പ്രശ്നത്തിന് ശേഷം തന്റെ വീട്ടിൽ ആരൊന്നും ചിരിച്ചു കണ്ടിട്ടില്ലെന്ന് കവിത ഓർത്തു. നിശ്ചയത്തിന് പോലും രണ്ടുപേരും തെളിച്ചമില്ലാത്ത മുഖത്തോടെയായിരുന്നു. സ്കൂളിൽ ആരൊക്കെയോ പറഞ്ഞു മറ്റോ അറിഞ്ഞ ആൾക്കാരിൽ മിക്കവരും തന്നെ കാണുമ്പോൾ പരിഹാസം കലർന്നൊരു ചിരിയിരിക്കും. അടുത്തറിയാവുന്ന 1-2 അധ്യാപകർ മാത്രമാണ് ആർച്ച ചെയ്ത് അല്പം കടന്നുപോയി എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും ഒരുതരം പരിഹാസമാണ്, കുട്ടികൾക്കുൾപ്പെടെ. കവിത പ്രസാദം വാങ്ങിച്ച് ധൃതിയിൽ അവർക്ക് പിറകെ നടന്നു. അപ്പോഴേക്കും പ്രദക്ഷിണം കഴിഞ്ഞ് ആർച്ചയും പത്മയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ചേച്ചി! ചെരിപ്പിടിയായിരുന്ന പത്മയെ കവിത ഉച്ചത്തിൽ വിളിച്ചു. പത്മയും ആർച്ചയും ഒരുപോലെ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ ചിരിയോട് അടുത്തേക്ക് വരുന്ന കവിതയെ രണ്ടുപേരും അന്താളിച്ച് നോക്കി. ഈ ചിരി കൊലച്ചിരി ആണല്ലോ എന്ന അപായമണിയാണ് ആർച്ചയുടെ ഉള്ളിൽ മുഴങ്ങിയതെങ്കിൽ ഇന്നലെ അവരെ ഗേറ്റ് മുമ്പിൽ നേർക്ക് നേരെ കണ്ടിട്ട് മിണ്ടാതെ പോയവൾക്ക് അമ്പലത്തിൽ വന്നപ്പോഴേക്കും ബോധോദയം വന്നോ എന്നായിരുന്നു പത്മയുടെ ചിന്ത. പത്മ തിരിഞ്ഞുള്ളിലിരിക്കുന്ന ദേവിയെ നോക്കി. പവർഫുൾ ദേവി. എന്താ മക്കളെ, എന്നെ വിളിച്ചോ? ദേവിയമ്മ കഥ മാറി. ഇത് ഉണ്ണിയാർച്ചയാ. ചേച്ചി എന്താ കണ്ടിട്ടൊന്നും മിണ്ടാതെ പോയത്? ചോദ്യത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിൽ പത്മ കണ്ണുമിഴിച്ചു പോയി. അമ്പലം മുഴുവൻ കവിതയുടെ സ്നേഹത്തിൽ മുങ്ങിപ്പോയേക്കുമോ എന്ന് പോലും പത്മ ഭയന്നു. ഓ, അങ്ങനെ മിണ്ടാനും മാത്രം നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, പത്മ അലസമായി പറഞ്ഞു. ചമ്മന്തി അല്ല ചമ്മി. കവിത നല്ല അസലായി ചമ്മി. നിറഞ്ഞൊഴുകിയ സ്നേഹം പത്മയുടെ ഒരൊറ്റ ഡയലോഗിൽ ഐസ് പോലെ തണുത്തുറച്ച് മരവിച്ച് നിന്നു. ആർച്ച ചിരിയടക്കാൻ പാടുപെട്ടു. അതെന്ത് പറച്ചിലാ ചേച്ചി? നമ്മളൊന്നുമില്ലല്ലോ, അയൽക്കാരല്ലേ. നമ്മൾ തമ്മിലൊരു സ്നേഹം അടുപ്പൊക്കെ വേണ്ടേ? വരുത്തിക്കൂട്ടിയ പുൻചിരിയോടെ കവിത വീണ്ടും ചോദിച്ചു. അത് കവിതയ്ക്ക് ഇന്നാണ് തോന്നിയത്? ഞങ്ങൾ അവിടെ വന്നിട്ട് ആഴ്ച 2 2 ദിവസം മുമ്പ് നടന്ന മോന്റെ നിശ്ചയത്തിനെങ്കിലും ഈ സ്നേഹം അടുപ്പൊക്കെ കാണിക്കായിരുന്നു, പത്മ വെട്ടി തുറന്ന് പറഞ്ഞു. മുഖമൊന്നും മങ്ങിപ്പോയെങ്കിലും വന്ന കാര്യം സാധിക്കാൻ ഒരു പിടിവള്ളി കിട്ടിയ സന്തോഷത്തിൽ കവിതയുടെ മുഖത്ത് വീണ്ടും തെളിച്ചു നിറഞ്ഞു. ഓ, അതൊന്നും പറയണ്ടേ ചേച്ചി. അതുണ്ടല്ലോ ചേച്ചി. അത്രയും പറഞ്ഞ് പുറകിൽ നിൽക്കുന്ന ആർച്ചയെ അപ്പം മാത്രം കണ്ടൊരു ഭാവം വരുത്തി. ആർച്ച പോയില്ലേ? കവിത പുഞ്ചിരിയോടെ ചോദിച്ചു. ആ ചിരി വെറും കൃത്രിമമായ ഒന്നാണെന്ന് അത് കണ്ട ഉടനെ ആർച്ചയ്ക്കും മനസ്സിലായി. അവളും തിരികെ അതേ രീതിയിൽ ഒരു ചിരി നൽകി. ഞാൻ വന്ന ആന്റിയുടെ കൂടെയാണ്. പിന്നെ തിരിച്ചു പോകുമ്പോൾ ആന്റിയോടെ തനി വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ആർച്ചയുടെ സ്വരത്തിൽ പോലും കവിതയോട് സംസാരിക്കുന്നതിൽ അനിഷ്ടം നിറഞ്ഞിരുന്നു. ആന്റി എന്ന് വിളിച്ച് ആ വീട്ടിലേക്ക് അയറി ചെല്ലുന്ന താനായിരുന്നു എന്ന് ആർച്ച അത്ഭുതത്തോടെ ഓർത്തു. ഒരിക്കൽ പോലും താൻ അമിത സ്വാതന്ത്ര്യം എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ആന്റിയും തന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അനിഷ്ടം കാണിച്ചായി തൻ്റെ ഓർമ്മയിലില്ല. എത്ര പെട്ടെന്നാണ് ബന്ധങ്ങളുടെ നിറം മാറി മറിഞ്ഞെന്ന് അവൾ ഓർത്തുപോയി. ഏതാനും നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും തിരിച്ചറിവും വളരെ വലുതായിരുന്നു എന്ന് അവൾ അത്ഭുതപ്പെട്ടു. ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം ആ ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. ആർച്ച പോയിക്കോ, ഞങ്ങൾ രണ്ടുപേരും വന്നേക്കാം. അല്ലെങ്കിലും ഞങ്ങൾ അയൽക്കാരാണല്ലോ. ചേച്ചിക്ക് പ്രായക്കൂടുതലുണ്ടെങ്കിലും ഏകദേശം ഒരേ പ്രായവും. ഞങ്ങൾ ഒരുമിച്ച് വരുന്നല്ലേ നല്ലത്. കവിത തൻ്റെ അഭിപ്രായം പോലും ചോദിക്കാതിരിക്കുന്ന തീരുമാനം പത്മയ്ക്കത്ര പിടിച്ചില്ല. പോരാത്തിന് ആ പ്രായം പറഞ്ഞ്
തന്നെ കിളവിയെന്ന് വിളിക്കാതെ വിളിച്ചതല്ലേ എന്നുള്ളൊരു സംശയം. പത്മ ആർച്ചയെ നോക്കി. തന്നെ തീരുമാനം അറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മുഖത്ത് കവിത പറഞ്ഞുള്ള അനിഷ്ടം വ്യക്തമായിട്ടറിയാം. എങ്കിൽ മോള് ചെല്ലി, ആൻറ്റി വരാം. ആർച്ചയുടെ മുഖം വാർന്ന് പത്മ കൗതുകത്തോടെ നോക്കി. അവർക്ക് അവളോട് വാത്സല്യം തോന്നി. അതേസമയം കവിതയുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞു. ആരു? ആർച്ച മുന്നോട്ട് നടന്നു. പത്മ പെട്ടെന്ന് വിളിച്ചു. അവളുടെ അടുത്തേക്ക് ചെന്നു. ശബ്ദം താഴ്ത്തി ആർച്ചയോട് എന്തോ പറയുന്നു. ആർച്ചയുടെ മുഖം തെളിയുന്നതും അവൾ തലയാട്ടുന്നതും കവിത അല്പം കുശുമ്പോടെ നോക്കി നിന്നു. പോവാൻ കവിത, എനിക്കിത്തിരി സാധനം വാങ്ങിക്കാനുണ്ട്. പത്മയുടെ ചോദ്യത്തിന് കവിത തലയാട്ടി. കടയിലെത്തുന്ന സമയം വരെ ആർച്ചയുടെ കുറ്റങ്ങൾ പറയുന്നതായിരുന്നു കവിതയുടെ പ്രധാന ജോലി. നിശ്ചയം ക്ഷണിക്കാത്തതിന്റെ കാരണം ആർച്ച അത് മുടക്കുമോ എന്ന ഭയമാണെന്ന് വരെ കവിത പറഞ്ഞു കളഞ്ഞു. പത്മ വലിയ താല്പര്യത്തോടെ എന്ന പോലെ കേട്ടുകൊണ്ട് നിന്നു. അതിനിടയിൽ കടയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്തു. തുടരും.